യൂട്യൂബ് വീഡിയോസിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ സെർച്ച് ചെയ്ത് അങ്ങനെ അവസാനം ഞാൻ ട്രെൻഡ്സിൽ പോയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അങ്ങനെ ഇട്ട് കൊടുത്ത സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ചില റൈസിങ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ടീനേജ് പ്രഗ്നൻസി, ടീനേജ് അബോർഷൻസ്, ടീനേജ് പ്രഗ്നൻസി സ്റ്റോറീസ് ആൻഡ് അതേപോലെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആൻഡ് അങ്ങനെ പല കാര്യങ്ങൾ. ഞാൻ അതല്ലാതെയും വേറെയും കണ്ടു കേട്ടോ. പക്ഷെ എനിക്ക് ഈ ടീനേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് ടൈപ്പ് ചെയ്ത് നോക്കിയ ആൾക്കാർ ആരായിരിക്കും, ഏത് ഏജ് ഗ്രൂപ്പ് ആയിരിക്കും, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആൻഡ് എനിക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഞാൻ അന്തം വിട്ട് പോയിട്ടു. കാരണം നമ്മളൊക്കെ ഈ ഒരു ചെറിയ പ്രായത്തിൽ ടീനേജ് അല്ലെങ്കിൽ ചെറിയ 8ലോ 9ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കിതൊന്നും എന്താണെന്ന് കൂടെ അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. നമ്മളെക്കാളും വളരെയധികം മെച്ചപ്പെട്ടിട്ടായിരിക്കണം. അവർക്ക് പല കാര്യങ്ങളും കേട്ടിട്ടും കൂടെ അല്ല, അവർ എക്സ്പീരിയൻസ് ചെയ്ത് വരെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിലും ഒരു ലിമിറ്റേഷൻസ് വെക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയായിരിക്കും. ആൻഡ് അതേപോലെ പാരൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്യില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മൾ ആദ്യം മാറ്റണം. ആൻഡ് ഒന്നുകൂടെ പറയാനുണ്ട്, നമ്മൾ ഇപ്പം കാണുന്ന ഈ ഒരു ലൈഫായിരിക്കില്ല നമുക്കൊരു 4-5 വർഷം കഴിയുമ്പോൾ ഉള്ളത്. സോ നമ്മളെപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യാനായിട്ട്. അത് ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും ശരി, എന്ത് കാര്യമായാലും ശരി. എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. പക്ഷേ അത് മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു അബദ്ധം പറ്റുന്നത്. നമ്മുടെ പാരൻസ് നമുക്ക് തരുന്ന ഫ്രീഡം അത് നമ്മൾ ഒരിക്കലും മിസ്യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് ഒരിക്കലും നമ്മുടെ പാരൻസിനോ അല്ലെ നമ്മുടെ സൊസൈറ്റിക്കോ യാതൊരു യൂസും ഇല്ല. കാരണം നമ്മൾ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പിന്നീട് നമ്മൾ ആലോചിച്ച് ഒരുപാട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും.